ഇന്ന് മുഹറം 10 നോമ്പിന്റെ വിശേഷങ്ങളാണ്. കുറേ കാലമായിട്ടോ കട്ട്ലറ്റൊക്കെ ഉണ്ടാക്കിയിട്ട്. എന്നാൽ പിന്നെ ഇന്ന് നോമ്പാണല്ലോ, അപ്പോൾ ചിക്കൻ കട്ട്ലറ്റ് തന്നെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അങ്ങനെ പൊട്ടറ്റോ അടച്ചിട്ട് അതിലേക്ക് മസാല ഇട്ടിട്ടുണ്ട്. അപ്പോൾ നല്ല ചൂടാണ്. അപ്പോഴേക്കും ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട്. ചിക്കൻ കറിയിലേക്ക് ഞാൻ പത്തിരിയാണ് കേട്ടോ ഉണ്ടാക്കിയിട്ടുള്ളത്. ഈ പത്തിരിട്ട കാസറോള് ഞാൻ ഇതിന് മുമ്പത്തെ വീഡിയോസിലൊക്കെ കാണിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് എവിടുന്നാണ് വാങ്ങിയെന്ന് കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഈ സ്റ്റൈലിഷ് ലുക്കുള്ള കാസറോള് ഞാൻ വാങ്ങിച്ചത് ദ ബെറ്റർ ഹോം എന്നാണ് കേട്ടോ. എന്ത് രസാലയെ കാണാൻ, നല്ല പ്രീമിയം ലുക്ക്. ഇതിൻ്റെ കളറൊന്നും ഫെയ്ഡ് ആവില്ല. പിന്നെ 1.5 ലിറ്റർ കപ്പാസിറ്റി ആണ് കേട്ടോ ഇതിനുള്ളത്. പിന്നെ ഇതിന് ആൻറ്റി സ്ലിപ്പറി ബേസ് ആണ്. അതുപോലെ തന്നെ ഇതിൻ്റെ കൂടെ തന്നെ നമുക്കൊരു റൊട്ടി കോസ്റ്ററും വരുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ ലിഡ് ഉണ്ടല്ലോ, ട്രാൻസ്പെറൻ്റ് ആണ്. നമുക്ക് ഫുഡൊക്കെ സെർവ് ചെയ്യാനും കൂടി പറ്റിയൊരു മൾട്ടി പർപ്പസ് കാസറോൾ ആണ് കേട്ടോ ഇത്. അതുപോലെ ഗിഫ്റ്റ് കൊടുക്കാനും പറ്റിയ നല്ലൊരു ഓപ്ഷനാണ്. അപ്പോൾ ഇതിൻ്റെ ലിങ്ക് വേണമെന്നുണ്ടെങ്കിൽ എൻ്റെ പേജ് ഫോളോ ചെയ്തിട്ട് ലിങ്ക് എന്ന് കമൻറ്റ് ചെയ്താൽ മതി. അപ്പോൾ നിങ്ങൾക്ക് ലിങ്ക് ഓട്ടോമാറ്റിക്കലി DM വരും. ബാങ്ക് കൊടുക്കാനായിക്കുണ്ടോ. അപ്പോൾ വേഗം കട്ട്ലറ്റ് ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഞാൻ നോക്കുമ്പോൾ വീട്ടിൽ ആകെ ഒരു മുട്ടയുള്ളൂ കേട്ടോ. അപ്പോൾ കുറച്ച് പാലും കൂടെ ഒഴിച്ചിട്ടൊന്ന് മിക്സ് ചെയ്യാണ്. റൊട്ടിപ്പൊടിൻ്റെ കാര്യം പറയുമ്പോൾ ഇത് കുറേ മുമ്പ് ഉണ്ടാക്കി വെച്ചതാണ് കേട്ടോ. അപ്പോൾ എടുക്കാതെ വെച്ചിട്ട് കേട് വന്നിട്ടുണ്ട്. അപ്പോൾ ഭാഗ്യത്തിന് ബ്രെഡ് പാക്കറ്റിൻ്റെ അടിയിലെ മുകളിലെ 2 ബ്രെഡ് ഉണ്ടായിരുന്നു, അതൊന്ന് പൊടിച്ചെടുത്തു. പിന്നെ കുറച്ച് റസ്കിൻ്റെ പൊടികൾ ഉണ്ടായിരുന്നു കേട്ടോ, അതൊന്ന് പൊടിച്ചെടുത്തിക്കുകയാണ്. കട്ട്ലറ്റ് കോട്ട് ചെയ്യുമ്പോൾ പിന്നെ ഒരു കയ്യിൽ ബ്രെഡ് ഒരു കയ്യിൽ മുട്ടയാവില്ല. അപ്പോൾ ഷാള് ചാടി ഇടാൻ നല്ല കഷ്ടപ്പാടാണ് കേട്ടോ. വീഡിയോ എടുക്കുന്നതുകൊണ്ടാണ് ഇപ്പോൾ ഈ പൊല്ലാപ്പൊക്കെ. അങ്ങനെ കട്ട്ലറ്റൊക്കെ കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഒന്ന് ഫ്രൈ ചെയ്താൽ മതി. നല്ല ചൂടോട് കൂടി കഴിക്കാലോ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഞാൻ ഈ കട്ട്ലറ്റ് ലാസ്റ്റ് ഉണ്ടാക്കുന്നത്. പിന്നെ ഇപ്പം മഴ ആയതുകൊണ്ട് തന്നെ ജ്യൂസൊന്നും കുടിക്കാനുള്ളൊരു മൂഡില്ല കേട്ടോ. അപ്പോൾ ചൂട് കട്ട്ലറ്റും ചായയാണ് ഞാൻ വിചാരിച്ചിട്ടുള്ളത്. രണ്ടാമത്തെ ബാച്ച് ഇട്ടപ്പോയേക്കുണ്ടല്ലോ എണ്ണ തെറിച്ച് ചാടുന്നുണ്ട് കേട്ടോ. വീഡിയോ എടുക്കുമ്പോൾ അതിലേക്കാവും കേട്ടോ ശ്രദ്ധ. അതാണ് ഇങ്ങനത്തെ ഓരോ അപകടങ്ങൾ സംഭവിക്കുന്നത്. അങ്ങനെയുണ്ട് എൻ്റെ കൈയൊക്കെ പൊള്ളുന്നത്. അപ്പോൾ ഇക്ക വരുമ്പോൾ ചൂടാറാതിരിക്കാൻ വേണ്ടിയിട്ട് കാസറോളിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ നോമ്പ് തുറക്കാൻ കേട്ടോ. ഡേറ്റ്സ് കടിച്ചപ്പോഴാണ് അലൈനർ ഊരി വെച്ചിട്ടില്ല എന്ന് മനസ്സിലായത് കേട്ടോ. പിന്നെ വീഡിയോ ഓഫാക്കി അലൈനർ ഊരി വന്നതിന് ശേഷമാണ് കേട്ടോ നോമ്പ് തുറക്കുന്നത്. അലൈനർ ഇട്ടതിന് ശേഷം ഇടയ്ക്ക് സംഭവിക്കുന്നൊരു കാര്യമാണ് കേട്ടത്. അപ്പോൾ ഫ്രൂട്ട്സ് ഒന്നും കഴിക്കാനൊരു മൂഡില്ല കേട്ടോ. അപ്പോൾ നല്ല തണുപ്പല്ലേ, അതുകൊണ്ട് തന്നെ കട്ട്ലറ്റും ചായയൊക്കെ തിന്നാണ്. അപ്പോൾ കുറിച്ച് വന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞാൻ വിചാരിച്ചു പത്തിരിയും കൂടി അങ്ങോട്ട് തിന്നിട്ട് പോയി നിസ്കരിക്കുക, അല്ലെങ്കിൽ പിന്നെ ഇനി നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ടൊന്ന് വന്ന് തിന്നണമല്ലോ. അങ്ങനെ പത്തിരിയും ചിക്കൻ കറിയൊക്കെ കൂട്ടി നോമ്പ് തുറന്നു.